ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഞാനിപ്പോൾ ഗെറ്റ്സമൻ തോട്ടത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. വളരെ ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. അതായത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരാനുണ്ട്. അതായത് ഈശോ രക്തം വിയർത്ത് പ്രാർത്ഥിച്ച സ്ഥലവും, അതായത് ഈശോ മുട്ടുകുത്തി പ്രാർത്ഥിച്ച ആ പാറയും, അതുപോലെ തന്നെ ഈശോയുടെ സ്പർശനമേറ്റൊരു മരമുണ്ട് ഇവിടെ. അതായത് അത്രയും വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. 2500 വർഷത്തിന് മേൽ പഴക്കമുള്ള ഒരു ഒലിവ് മരമാണ്. ഈശോ സ്പർശിച്ച ട്രീ എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പോലും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും, അതുപോലെ തന്നെ ഈശോയെ അറസ്റ്റ് ചെയ്തൊരു സ്ഥലമുണ്ട്, അതിൻ്റെ വിശേഷങ്ങളും, അതുപോലെ ഒരുപാട് പഴക്കം ചെന്ന സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത ഒരുപാട് ഒലിവ് മരങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ ആ ഒലിവ് മരങ്ങളുടെ കാഴ്ചകളിലേക്കൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഇവിടെ തന്നെ ഈ തോട്ടത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലും പീസ് എന്നാണ്. അതായത് ഈശോ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തൊരു സ്ഥലമാണ്. ഈശോ ഇവിടെ നിന്ന് ഒരുപാട് പ്രാർത്ഥിച്ചൊരു സ്ഥലമാണ്. നമ്മളും ഇവിടെ നിന്ന് നമ്മുടെ കാര്യങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സാധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. നമ്മളിവിടെ വന്നപ്പോഴേക്കും കുർബാന സ്റ്റാർട്ട് ചെയ്തു. Voi soli, in un luogo deserto, e riposatevi un po'. Erano infatti molti quelli che andavano e venivano e non avevano neanche il tempo di mangiare. Allora andarono con la barca verso un luogo deserto, in disparte. ഈ അൾത്താരയുടെ മുകളിലായിട്ട് ഈശോ വളരെയധികം ദുഃഖിതനായിരിക്കുന്ന മുസൈക്കിൽ തീർത്ത ഒരു വോൾ പെയിൻറ്റിംഗ് ആണ് ചെയ്തു വെച്ചിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വോൾ പെയിൻറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഈ അൾത്താരയിൽ തന്നെയാണ് ഈശോ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ രക്തം വിയർപ്പ് തുള്ളികളായി നിലത്ത് വീണു എന്ന് പറയുന്ന ആ സ്ഥലം. നമ്മൾക്കിപ്പോൾ കാണാം ഇവിടെ തന്നെ ഈ അൾത്താരയിൽ തന്നെ അത് വിശുദ്ധമായി സംരക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ ഈ കാണുന്ന ഈ പരന്ന പാറയിലാണ് ഈശോ അന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച ആ സ്ഥലം. ഈ ദേവാലയത്തിൻ്റെ സീലിങ്സിനും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വോൾ പെയിൻറ്റിംഗ് ആണ് കേട്ടോ ചെയ്തു വെച്ചിരിക്കുന്നത്. വോൾ പെയിൻറ്റിംഗ് മാത്രമല്ല, ചില രാജ്യങ്ങളുടെ പേരും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സീലിങ്സിൽ. നമുക്കത് ക്യാമറയിൽ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നില്ല, കാരണം ഇവിടെ ലൈറ്റ്സ് കുറവാണ്, അതുകൊണ്ടാണ്. അപ്പം ഒരുപാട് രാജ്യങ്ങൾ, അതായത് ഏകദേശം 12ഓളം രാജ്യങ്ങൾ ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിനായിട്ട് സംഭാവന നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ രാജ്യങ്ങളുടെ പേരാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചർച്ച് ഓഫ് ഓൾ നേഷൻസ് എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. അൾത്താരയുടെ വലതുവശത്തായിട്ട് ഈശോയെ അറസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു വോൾ പെയിൻറ്റിങ് ചെയ്തു വെച്ചിട്ടുണ്ട്. അൾത്താരയുടെ ഇടതുവശത്തായിട്ട് യൂദാസ് യേശുവിനെ ചുംബിക്കുന്നതുമായിട്ടുള്ള ഒരു വോൾ പെയിൻറ്റിംഗ് ആണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ ദേവാലയത്തിനകത്ത് അധികം ലൈറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും നമുക്കെന്താ ഒരു ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതായത് ദുഃഖത്തിൻ്റെ ആദരവ് നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഈ ദേവാലയത്തിനകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈശോ പീഡ സഹിച്ച് മരിക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഒരുപാട് വേദനയുളവാക്കുന്ന കാര്യങ്ങൾ നടന്ന ഒരു സ്ഥലമാണിത്. അത്ര വിശുദ്ധിയുള്ള ഒരു സ്ഥലമാണ്. ഇത്രയൊക്കെയാണ് ഈ ദേവാലയത്തിനുള്ളിലെ കാഴ്ചകൾ. ഇനി നമുക്ക് കാണേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയുടെ സ്പർശനമേറ്റ ഒരു ഒലിവ് മരമുണ്ട് ഇവിടെ. നമുക്കതൊന്ന് പോയി കണ്ടിട്ട് വരാം. നമുക്കിനി ഒലിവിൻ തോട്ടത്തിലേക്ക് പോകാം. നമ്മളീ കാണുന്നതെല്ലാം ഒലിവ് മരങ്ങളാണ് കേട്ടോ. സീസൺ ടൈമിൽ നിറച്ച് ഒലിവ്സ് പിടിക്കുന്ന മരങ്ങളാണിതെല്ലാം. ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട്. ഇതിൽ ഏകദേശം 8ഓളം മരങ്ങളങ്ങാണ്ട് 1000-1500 വർഷം പഴക്കമുള്ള മരങ്ങളുണ്ട് ഇതിനകത്ത്. സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളതാണത്. അത് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ചിലതിനകത്തൊക്കെ ചെറിയ കായൊക്കെ ഉണ്ട്. ഇതിനകത്തുണ്ട് ബ്ലാക്ക് ഒലിവ്സ് ഉണ്ട്. ബ്ലാക്കും അതുപോലെ തന്നെ ബ്രൗൺ, പിന്നെ ഗ്രീൻ, അങ്ങനെ മൾട്ടി കളേഴ്സ് ഉണ്ട് ഒലിവ്സ്.
ഈ ഒലിവുന്തോട്ടത്തിലെ ഒരു ഓയിൽ പ്രസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ ഒലിവ് മരത്തിൽ നിന്നും ശേഖരിക്കുന്ന ഒലിവ്സ് വെച്ചിട്ട് ഓയിൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓയിൽ പ്രസ്സിന് ഹീബ്രുവിൽ പറയുന്നത് ഗെറ്റ്ശെമനീം എന്നാണ്. അങ്ങനെയാണ് ഗെറ്റ്സെമൻ എന്ന വാക്ക് ഉണ്ടായതെന്നാണ് പറയുന്നത്. ഒരു ഒലിവ് മരത്തിൽ നിന്നും 50 കിലോയോളം ഒലിവുങ്ക ശേഖരിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇതെല്ലാം ഒരുപാട് വർഷം പഴക്കമുള്ള ഒലിവ് മരങ്ങളാണ്. ഈ കാണുന്ന ഈ ഒലിവ് മരമാണ് ഈശോ സ്പർശിച്ച മരം എന്ന് പറയുന്നത്. അത്രയും വർഷം പഴക്കമുള്ളത്, 2500-3000 വർഷം പഴക്കമുള്ള ഒരു മരമാണിത്. ആ കാണുന്ന സ്പോട്ട് കണ്ടോ, അവിടെയാണ് ഈശോയെ അറസ്റ്റ് ചെയ്ത ആ സ്പോട്ടെന്ന് പറയുന്നത്. ഇവിടെ വെച്ചാണ് ഈശോയെ അറസ്റ്റ് ചെയ്തത് എന്നാണ് പറയുന്നത്. ഈശോ ഒരു പാറമേൽ കമിഴ്ന്ന് കിടന്ന് വേദനയോടെ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റാച്ചു അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഞാൻ അവിടെ കയറിയിരുന്ന ഫോട്ടോസൊക്കെ എടുത്തു, ഞാനും എൻ്റെ ഫ്രണ്ടും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണിത്. അത് അത്രയും വിശുദ്ധിയോടുകൂടി ഇത് കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത്രയും നേരം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമല്ലായിരുന്നു. ഇനി ഈ ദേവാലയത്തിൻ്റെ ഒരു എൻറ്റയർ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.